കൂട്ടുകാരെ, നമ്മളിന്ന് ഓല S1 പ്രോയുടെ ബ്രേക്ക് പാഡ് മാറ്റുകയാണ്. അപ്പോൾ ഈ പവർ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് തന്നെയുള്ളൂ, അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ക്ഷമിക്കണം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ പൊക്കണം. ഇതിന് സ്റ്റാൻഡില്ലല്ലോ. സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ടല്ലോ, ഇത് അഴിച്ചിട്ട് കുറച്ചും കൂടി തിരിച്ചു വെക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ജാക്കിയോ എന്തെങ്കിലും വെക്കണം. തൽക്കാലം നമുക്ക് ജാക്കി വെക്കാം. ഈ ജാക്കി ഇവിടെ വെച്ചിട്ട് അപ്പോൾ ആദ്യം ഇതിനെ അപ്പ് ചെയ്യാം. ഓക്കെ, ഇതിന് പൊക്കി, അല്ലെങ്കിൽ ഇതിനെ മറച്ചിടുകയും ചിലരൊക്കെ തിരിച്ചിടും മറച്ചിടുകയൊക്കെ ചെയ്യും. നമ്മുടെ ആവശ്യത്തിന് അപ്പുറത്ത് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ പൊക്കി വെക്കാം. അപ്പോൾ വീല് ഇറങ്ങുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ വീലിൻ്റെ ഈ 5 ബോൾട്ടുകൾ എല്ലെങ്കിയാണ് ഈ ബോൾട്ട് ആദ്യം അഴിക്കണം. ഇനി നമ്മൾ എല്ലങ്കി ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ 6ൻ്റെ എല്ലങ്കിയാണ്, 6ൻ്റെ എല്ലങ്കിയാണ്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വീലിൻ്റെ എല്ലാ ബോൾട്ടുകളും അഴിക്കണം. ഈ 3, 5 ബോൾട്ട് അഴിക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്രേക്ക് പാഡാണ്, മിക്കാവിയുടെ ബ്രേക്ക് പാഡാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല ബ്രേക്ക് പാഡാണ്, ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഇതിങ്ങനെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഷെയ്ക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഹാമർ കൊണ്ട് നമുക്ക് ഈ ടയറിൻ്റെ ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. അടിച്ചു കഴിഞ്ഞാൽ ചിലത് ഫ്രീ ആയിട്ട് വരും. അപ്പോൾ അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ഊരിയെടുക്കുക, വീൽ ഊരിയെടുക്കുക. മാറ്റി വെച്ചു. ഇതാണ് കാലിബർ. പിന്നെ നമുക്ക് കാലിബറിൻ്റെ ഈ ബോൾട്ടും ഇതൊക്കെ മുഖഭാഗത്തിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 2 ബോൾട്ടുകൾ അഴിച്ചിട്ട് ഈ കാലിബറിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് മാറ്റാം. ഇതിങ്ങനെ തഴഞ്ഞിട്ട് മൊത്തം ഇരുമ്പായിട്ട് ഒരയുന്നുണ്ട്, അത് മാറ്റാം കേട്ടോ. കൂട്ടുകാരെ, ഇത് വീഡിയോ പിടിക്കലും പണിയെടുക്കലൊക്കെ ഒറ്റക്കൈ കൊണ്ടായതുകൊണ്ടേ ഇപ്പോൾ നമ്മളിത് ഊരണമെങ്കിൽ ആദ്യം നമുക്ക് ഈ കണ്ടല്ലോ എൻഡറൊക്കെ മൊത്തം ഒരഞ്ഞ് ഇരുമ്പ് തട്ടിയിട്ടുണ്ട്. ഈ ചെറിയ പാഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളി പുറത്തിടണം. ഇതിൻ്റെ ഉള്ളിലെ ഈ ലോക്കിൽ നിന്ന് ചെറിയ പാഡ് തള്ളി പുറത്തിടണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഓയിലിൻ്റെ പൈപ്പൊക്കെ അഴിക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ട. ഇത് ചെറിയ പാഡ് ഇതിൽ നനക്കി പുറത്തിട്ടതിന് ശേഷം മാത്രം നമുക്കിതെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ കുളത്തുനിന്ന് ഊരിയെടുത്ത് പിന്നെ ഇപ്പുറത്തുനിന്നും ഈ സാധനം ഊരിയെടുക്കാം. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് ഇതിന് സൗണ്ട് ഉണ്ടാവാനുള്ള കാരണം. തഴിഞ്ഞ് തുടങ്ങി. എന്നിട്ട് നമുക്കിൽ ഇനി പുതിയ പാഡ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരാം. അത് ഊരിയെടുത്തതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് ഊരിയെടുക്കാം. ഇതിനകത്തുനിന്ന് ഇത് ഊരിയിട്ട് ഇതിനകത്ത് നമ്മൾ ഗ്രീസ് ഇടണം. പിന്നെ നമ്മൾ 2 സൈഡിലും ഗ്രീസ് ഇട്ടിട്ട് വേണം രണ്ടാമത് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും ഒരു ചെറിയ അടി കിട്ടും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ WD കുറച്ച് അടിച്ചു കൊടുക്കുക. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് WD അല്ല, ഇതാണ് ഉപയോഗിക്കുന്നത്. അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ, നല്ല സാധനം. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് പുതിയ ലൈനർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇതില്ലേ നേരത്തെ അഴിച്ചെടുത്തില്ലേ, ഈ ബ്രേക്ക് പാഡ് നമ്മൾ മാറ്റി. ആ ബ്രേക്ക് പാഡിന് മുമ്പ് ഇവിടെ ഒരു ലോക്കുണ്ട് ഉള്ളിൽ കേട്ടോ, ഒരു ലോക്കുണ്ട്. അത് ഈ മേലോട്ടേക്ക് ഉണ്ടോ, ഈ ഭാഗം ഇങ്ങനെ ഈ ലോക്ക് ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അവിടെ ഗാഡിയിലിട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് ഈ ഒരു സാധനം ഗ്രീസ് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഈ ഒരു സാധനം ഗ്രീസ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു ലോക്ക് ഗാഡിയുണ്ട്, ഈ ഗാഡിനകത്തേക്ക് ഈ ചെറിയ കട്ട അവിടെ ഇറങ്ങി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറിയ കട്ട ഇറങ്ങി നിൽക്കില്ല. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഫസ്റ്റ് ഇട്ട് ഈ സൈഡിലേക്ക് ലോക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ആക്കുക, അങ്ങോട്ടേക്ക് തള്ളുക. അപ്പോൾ പിസ്റ്റണകത്തേക്ക് പോകും. അത് കഴിഞ്ഞ് തള്ളിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ഇതിനകത്തേക്ക് കയറുള്ളൂ. ഇനി ഇതിനകത്ത് കയറ്റിയിട്ടിട്ട് ശേഷം നമ്മൾ 2 ബോൾട്ട് ഇടുന്നു. ഓക്കെ, ടൈറ്റാക്കി പിന്നെ വീല് സെറ്റ് ചെയ്യാം.
അപ്പോൾ കണ്ടിട്ട് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അറിയാത്തവരാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സെറ്റ് ചെയ്യിക്കുന്നതാണ് നല്ലത്. നമുക്ക് ചിലപ്പോൾ അത് ഇതിനുള്ളിൽ ഈ ഗാഡീൻ്റെ ഉള്ളിൽ കൂടി കയറാനും സെറ്റാവാനൊന്നും പറ്റില്ല. പിന്നെ നന്നായിട്ട് ബ്രേക്കൊക്കെയാണ്, നന്നായിട്ട് ടൈറ്റാക്കണം, ടൈറ്റായിന്ന് ഉറപ്പ് വരുത്തണം. ഇനി പ്രശ്നമൊന്നുമില്ല, നമുക്ക് വീല് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് സാധനമൊക്കെ മേടിക്കാൻ കിട്ടും, നമുക്ക് പണിയൊക്കെ ചെയ്യാം. പക്ഷേ കൃത്യമായിട്ട് അത് അതിൻ്റെ ക്ലിപ്പിടാനും ബാക്കി കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബ് നോക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അറിയുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. കുറച്ച് ഒരു എന്തെങ്കിലും അറിവുള്ളവരാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വീല് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, ബ്രേക്ക് ഫിറ്റാക്കി. എല്ലാം നല്ല ടൈറ്റാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. വീലൊക്കെ നല്ല ടൈറ്റാണെന്നുള്ളത് ഒരു ചെറിയ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു റാഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു റാഡൊക്കെ ഇട്ട് ഒന്ന് പിടിച്ചെല്ലാം ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ചാക്കി ഇറക്കി ഈ സംഭവം ഇങ്ങനെ മെല്ലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഈ 2 പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ ഉണ്ടോ, അതവിടെ ചെയ്തു. ഓക്കെ, നമ്മുടെ പണി ഫിനിഷായി. ഓക്കെ, ബൈ.